ജൂൺ ജൂലൈ ഓഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ NRI കസ്റ്റമേഴ്സിന്റെ ഒരു സീസണാണ്. നാട്ടിലേക്ക് പർച്ചേസിന് വേണ്ടിയിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ എല്ലാ ദിവസവും തന്നെ നമ്മളിനി കുറച്ചൊരു പ്രീമിയം ആയിട്ട്, അതായത് അവരെപ്പോഴും ആഗ്രഹിക്കുന്ന പറയുമ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞ് ഒരു പള്ളിയിൽ പോകാനാണെങ്കിലും പുറത്ത് പോകുമ്പോഴൊക്കെ ആണെങ്കിലും കുറച്ചൊന്ന് എല്ലാവരിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ നാട്ടിലുള്ളവരാണെങ്കിലും കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്യാനുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി പാർട്ടി വെയർ അല്ലെങ്കിൽ ഒരു ഇച്ചിരി പ്രീമിയം ആയിട്ടുള്ള ഡ്രസ്സുകൾ നമ്മൾ കൊണ്ടുവന്നിട്ട് ഫോറം സൈഡ് എല്ലാ ദിവസവും തന്നെ നമ്മൾ അങ്ങനത്തെ വീഡിയോസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. എല്ലാത്തിനും തന്നെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ഫിറ്റിംഗ് ഒരു 2000 to 3500 റേഞ്ചിലേക്കായിരിക്കും വരുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്നത് ആ ഒരു കാറ്റഗറിയിലേക്ക് വന്നേക്കുന്ന കേട്ടോ. ഇതിന് യൂസ് ചെയ്തേക്കുന്ന ഫാബ്രിക് ആണ് അതിനെ ആ ഒരു റേറ്റിലേക്ക് എത്തിച്ചേക്കുന്നത്. ഇതിന്റെ ഫാബ്രിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടഡ് കോറൽ ക്രഷ്, അതായത് നമ്മുടെ ഒരു ചന്തേരിയുടെ ഒരു ഡിഫറെന്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു ഫാബ്രിക് ആണ്, ഒരു ക്രഷ്ഡ് കൈൻഡ് ഓഫ് ഫാബ്രിക്. അതിനകത്തേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരുപാട് ഓവർ ഹാൻഡ് വർക്ക് ഒന്നുമല്ല, സിമ്പിൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ഈ രണ്ട് സൈഡിലേക്കായിട്ടുള്ള ആ ഒരു എംബ്രോയിഡറി വർക്ക് വന്നേക്കുന്നത്. അത് നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് മെറൂൺ കളറിലേക്കാട്ടോ. ദുപ്പട്ടയുടെ രണ്ട് ഈ സൈഡിലേക്കായിട്ടുമാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വന്നേക്കുന്നത്. ലേസ് വർക്കും ഒക്കെ ആഡ് ചെയ്ത് പിൻഡെക്സും ഒക്കെ ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നേക്കുന്നത് 3-piece സെറ്റ്. ആക്ച്വലി ഇതിന്റെ ലെങ്ത് വരുന്നത് 51 ഇഞ്ച് ഉണ്ട്. ഇതൊരു ഗൗൺ പാറ്റേണിലേക്കാണ് വന്നേക്കുന്നത്. ഇനിയിപ്പോൾ അത്രയും ലെങ്ത് വേണ്ട എന്നുള്ളവർക്ക് ജസ്റ്റ് ഇത് താഴെ കട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ലെങ്തിലേക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ബോട്ടം വന്നേക്കുന്നത് ഷാൻഡൂൺ ഫാബ്രിക്കിനകത്തേക്ക്. ഇതിന്റെ ഏറ്റവും എടുത്ത് പറയുന്നത് ഫസ്റ്റ് വൺ വന്നേക്കുന്നത് ഇതിന്റെ കളർ ഷെയ്ഡ് ആട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേസ്റ്റൽ പീച്ച് കളറിലേക്കാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ വേറെ കുറെ കളേഴ്സും കൂടെ ഉണ്ട്, അതും കൂടെ കാണാം. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്ന ഒരു ക്രീം കളറിലേക്കാട്ടോ. ഓഫ് വൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ചും കൂടെ ലൈറ്റ് ഒരു യെല്ലോയിഷ് ക്രീം കളറിലേക്കാണ്. അതിന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പിനേഷനിലേക്കാണ് എംബ്രോയിഡറി വർക്ക് വന്നേക്കുന്നത്. ഇപ്പൊ ദുപ്പട്ട ഇല്ലാതെയുള്ള ആ ഒരു ഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കിന്റെ ഒരു ഭംഗി ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ദുപ്പട്ട മാറ്റിയിട്ട് വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫിറ്റിംഗും കൂടെയാണ്. ഇവിടേക്കായിട്ട് പിൻഡെക്സ് വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഫീഡിംഗ് കുർത്തി ആക്കേണ്ടവർക്ക് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റും കൂടെയാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ട് വന്നേക്കുന്ന മെഷർമെന്റ് ആണ്. ഞാനിപ്പോൾ നമുക്ക് ലാർജ് സൈസാണ് യൂസ് ചെയ്തേക്കുന്നത്. ലെങ്ത് ഞാൻ വീണ്ടും ഓർമ്മിക്കുകയാണ്, 51 ഇഞ്ചസിലേക്കുണ്ട്. നമുക്ക് ദുപ്പട്ടയും കൂടി ഇട്ടിട്ട് കാണാം. നമ്മുടെ ദുപ്പട്ടയും കൂടി ഇട്ടിട്ടുള്ള ആ ഒരു ലുക്ക് വരുന്നത് ഇങ്ങനെയാട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ് ഒരു ഗ്രീൻ ആണ് നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത്. ഇവിടെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് നമ്മുടെ ഒരു ഡാർക്ക് ഒരു സാൻഡൽ കളർ എന്ന് പറയാം കേട്ടോ. ഒരു യെല്ലോയിഷ് ബ്രൗൺ പോലത്തെ ഒരു ഷെയ്ഡ്. ഇതിനകത്തേക്ക് നല്ല ഭംഗിയായിട്ടുള്ള എംബ്രോയിഡറി വർക്ക് തന്നെയാണ് വന്നേക്കുന്നത്. എനിക്ക് ഇതിന്റെ ഒരു മെറ്റീരിയൽ നമുക്കൊരു ഒന്നുകൂടി ഒരു പ്രീമിയം ഫീൽ തോന്നുന്ന കൈൻഡ് ഓഫ് ഒരു മെറ്റീരിയൽ ആട്ടോ. ഒരു കൈൻഡ് ഓഫ് ഒരു ക്രഷ്ഡ് ഫാബ്രിക് ആണ്. സ്ലീവിന്റെ പോർഷനിലേക്കും ആ ഒരു സെയിം വർക്ക് തന്നെ ഇതിനകത്തേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ആട്ടോ. ഇതിനകത്തേക്കും സെയിം കോമ്പിനേഷനിലേക്ക് തന്നെ എംബ്രോയിഡറി വർക്ക് വന്നേക്കുന്നത്. ഒരു ഹാപ്പി ന്യൂസും കൂടെ ഉണ്ട്, നമ്മുടെ റെഡി ടു ഡിസ്പാച്ചിലേക്ക് വന്നേക്കുന്ന പ്രൊഡക്റ്റുകളും കൂടെയാണ്. അപ്പം ഇതിന്റെ പ്രൈസ് റേഞ്ചും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണ്ടവർ ജസ്റ്റ് ലിങ്ക് ഒന്ന് കമന്റ് ചെയ്താൽ മതി. നേരെ നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിലെ ലിങ്കിലേക്ക് തന്നെ പോകാവുന്നതാണ്. അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടവർ സൈസ് ചാർട്ട് നോക്കിയിട്ട് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ ലെങ്തിന്റെ കാര്യം മറക്കണ്ട.